അധ്യായം 32. ജോർദാന് കിഴക്കുള്ള ഗോത്രങ്ങൾ. റൂബന്റെയും ഗാദിന്റെയും സന്തതികൾക്ക് വളരെയേറെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. യാസേർ, ഗിലെയാദ് എന്നീ ദേശങ്ങൾ നല്ല മേച്ചിൽ സ്ഥലമാണെന്ന് അവർ കണ്ടു. അതിനാൽ അവർ മോശയോടും പുരോഹിതനായ എലെയാസറിനോടും സമൂഹത്തിലെ നേതാക്കളോടും പറഞ്ഞു, അത്താരോത്ത്, ദീബോൻ, യാസേർ, നിമ്ര, ഹെഷ്ബോൺ, എലെയാലെ, സെബാം, നെബോ, ബയോൺ എന്നിങ്ങനെ കർത്താവ് ഇസ്രായേൽ സമൂഹത്തിന്റെ മുമ്പാകെ കീഴടക്കിയ ദേശം മേച്ചിൽ സ്ഥലമാണ്. ഈ ദാസർക്ക് ആടുമാടുകൾ ഉണ്ടുതാനും. ഞങ്ങളിൽ സംപ്രീതനെങ്കിൽ ഈ പ്രദേശം ഞങ്ങൾക്ക് അവകാശമായി തന്നാലും ഞങ്ങളെ ജോർദാന്റെ മറുകരയിലേക്ക് കൊണ്ടുപോകരുതേ. മോശ ഗാദിന്റെയും റൂബന്റെയും സന്തതികളോട് പറഞ്ഞു, സഹോദരന്മാർ യുദ്ധത്തിനു പോകുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുകയോ? കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയിരിക്കുന്ന നാട്ടിൽ കടക്കുന്നതിൽ നിങ്ങൾ അവരെ നിരുത്സാഹരാക്കുന്നതെന്തുകൊണ്ട്? നാടൊറ്റുനോക്കാൻ കാദശ് ബർണായിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ അയച്ചപ്പോൾ അവരും ഇപ്രകാരം തന്നെ ചെയ്തു. അവർ എഷ്കോൾ താഴ്വരയോളം ചെന്ന് നാട് കണ്ടതിനു ശേഷം കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയിരുന്ന നാട്ടിലേക്ക് പോകുന്നതിൽ അവരെ നിരുത്സാഹരാക്കി. അന്ന് കർത്താവിന്റെ കോപം ജ്വലിച്ചു. അവിടുന്ന് ശപഥപൂർവം അരുളി ചെയ്തു, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടവരിൽ 20 അതിനുമേലും വയസ്സുള്ളവരിൽ ആരും അബ്രഹാത്തിനും ഇസഹാക്കിനും യാക്കോബിനും ഞാൻ വാഗ്ദാനം ചെയ്ത ഭൂമി കാണുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവർ എന്നെ പൂർണ്ണമായി അനുസരിച്ചില്ല. എന്നാൽ കെനീസിയക്കാരനായ യെഫുന്നെയുടെ മകൻ കാലെബും നൂനിന്റെ മകൻ ജോഷുവയും അവിടെ പ്രവേശിക്കും. കാരണം അവർ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു. കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുത്തെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ച തലമുറ നിശേഷം നശിക്കുന്നതുവരെ മരുഭൂമിയിലൂടെ 40 വർഷം അലഞ്ഞു തിരിയാൻ ഇടയാക്കുകയും ചെയ്തു. ഇസ്രായേലിനെതിരെ കർത്താവിന്റെ കോപം ഇനിയും ഉഗ്രമാകാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാരുടെ സ്ഥാനത്ത് പാപികളുടെ ഗണമായി നിങ്ങൾ ഉയർന്നിരിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചാൽ അവിടുന്ന് വീണ്ടും അവരെ മരുഭൂമിയിൽ ഉപേക്ഷിക്കും. അങ്ങനെ ജനത്തെ മുഴുവൻ നിങ്ങൾ നശിപ്പിക്കും. അപ്പോൾ അവർ മോശയോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് വേണ്ടി ആലകളും കുട്ടികൾക്ക് വേണ്ടി പട്ടണങ്ങളും പണിയട്ടെ. എന്നാൽ ഇസ്രായേൽ ജനത്തെ ലക്ഷ്യത്തിലെത്തിക്കുന്നതുവരെ ഞങ്ങൾ ആയുധമേന്തി യുദ്ധത്തിനൊരുങ്ങി അവർക്ക് മുമ്പേ പോകാം. തത്സമയം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ദേശവാസികളുടെ ആക്രമണത്തെ ഭയപ്പെടാതെ കോട്ടയാൽ സുരക്ഷിതമായ പട്ടണങ്ങളിൽ വസിക്കുകയും ചെയ്യാം. ഇസ്രായേല്യരെല്ലാം താന്താങ്ങളുടെ അവകാശം കൈവശമാക്കുന്നതുവരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങുകയില്ല. ജോർദാന്റെ മറുകരയും അതിനപ്പുറവും അവരോടൊപ്പം തങ്ങൾ ഭൂമി അവകാശമാക്കുകയില്ല. കിഴക്ക് ജോർദാനിനിക്കരെ ഞങ്ങൾക്ക് അവകാശം ലഭിച്ചിട്ടുണ്ടല്ലോ. മോശ പറഞ്ഞു, കർത്താവിന്റെ മുമ്പിൽ യുദ്ധത്തിനു പോകാൻ ആയുധവും അണിഞ്ഞ് അവിടുന്ന് ശത്രുക്കളെയെല്ലാം ഓടിച്ച് ദേശം കീഴടക്കുന്നതുവരെ നിങ്ങളിൽ യുദ്ധശേഷിയുള്ളവരെല്ലാം അവിടുത്തെ മുമ്പിൽ ജോർദാന്റെ മറുകരയിലേക്ക് പോകുമെങ്കിൽ ദേശം കർത്താവിന്റെ മുമ്പിൽ കീഴടങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. അപ്പോൾ നിങ്ങൾ കർത്താവിന്റെയും ഇസ്രായേലിന്റെയും മുമ്പിൽ കുറ്റമില്ലാത്തവരായിരിക്കും. ഈ ദേശം കർത്താവിന്റെ മുമ്പിൽ നിങ്ങളുടെ അവകാശമായിരിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്യും. നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങളുടെ കുട്ടികൾക്കായി പട്ടണങ്ങളും ആടുകൾക്ക് ആലകളും പണിയുവിൻ. നിങ്ങൾ ചെയ്ത വാഗ്ദാനം നിറവേറ്റുകയും വേണം. ഗാദിന്റെയും റൂബന്റെയും ഗോത്രങ്ങൾ മോശയോട് പറഞ്ഞു, അങ്ങ് കൽപ്പിക്കുന്നത് പോലെ ഈ ദാസന്മാർ ചെയ്തുകൊള്ളാം. ഞങ്ങളുടെ കുട്ടികളും ഭാര്യമാരും ആടുമാടുകളും ഗിലെയാദിലെ പട്ടണങ്ങളിൽ തങ്ങട്ടെ. ഈ ദാസന്മാർ അങ്ങ് കൽപ്പിക്കുന്നത് പോലെ ആയുധമേന്തി യുദ്ധത്തിനായി കർത്താവിന്റെ മുമ്പിൽ പോകാം. മോശ അവരെക്കുറിച്ച് പുരോഹിതനായ എലെയാസറിനോടും നൂനിന്റെ പുത്രൻ ജോഷുവയോടും ഇസ്രായേൽ ഗോത്രങ്ങളുടെ ശ്രേഷ്ഠന്മാരോടും പറഞ്ഞു, ഗാദിന്റെയും റൂബന്റെയും പുത്രന്മാർ ആയുധധാരികളായി യുദ്ധം ചെയ്യാൻ നിങ്ങളോടൊപ്പം ജോർദാൻ കടന്ന് കർത്താവിന്റെ മുമ്പിൽ പോകുകയും നിങ്ങൾക്ക് വേണ്ടി ദേശം കീഴടക്കുകയും ചെയ്താൽ ഗിലെയാദ് ദേശം അവർക്ക് അവകാശമായി കൊടുക്കണം. എന്നാൽ അവർ നിങ്ങളോടൊപ്പം യുദ്ധസന്നദ്ധരായി വരുന്നില്ലെങ്കിൽ
കാനാൻ ദേശത്ത് നിങ്ങളുടെ ഇടയിലായിരിക്കട്ടെ അവർക്ക് അവകാശം. ഗാദിന്റെയും റൂബന്റെയും സന്തതികൾ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്തതുപോലെ ഈ ദാസർ പ്രവർത്തിച്ചു കൊള്ളാം. ജോർദാൻ ഇക്കരെ ഞങ്ങൾ കൈവശമാക്കിയ പ്രദേശം ഞങ്ങളുടേതാകേണ്ടതിന് ആയുധധാരികളായി ഞങ്ങൾ കർത്താവിന്റെ മുമ്പിൽ കാനാനിലേക്ക് പോകാം. അമോര്യ രാജാവായ സീഹോന്റെയും ബാഷാൻ രാജാവായ ഓഗിന്റെയും രാജ്യങ്ങളടങ്ങുന്ന പ്രദേശം മുഴുവനും അതിലുള്ള പട്ടണങ്ങളും ഗാദിന്റെയും റൂബന്റെയും ഗോത്രങ്ങൾക്കും ജോസഫിന്റെ പുത്രനായ മനാസയുടെ അർദ്ധഗോത്രത്തിനുമായി മോശെ നൽകി. ഗാദിന്റെ ഗോത്രക്കാർ ദീബോൻ, അത്താരോത്ത്, അരോവേർ, അത്രോത്ത് ഷോഫാൻ, യാസേർ, യോഗ്ബഹ, ബേത് നിമ്ര, ബേത് ഹാരാൻ എന്നീ പട്ടണങ്ങളും ആടുകൾക്കുള്ള ആലകളും പണിതു. പട്ടണങ്ങൾ മതില് കെട്ടി ഉറപ്പിച്ചു. റൂബന്റെ ഗോത്രക്കാർ ഹെഷ്ബോൺ, എലെയാലെ, കിര്യത്തായിം, പിന്നീട് പേര് മാറ്റിയ നെബോ, ബാൽമെയോൺ എന്നീ പട്ടണങ്ങളും സിബ്മ പട്ടണവും പണിതു. അവർ പണിത പട്ടണങ്ങൾക്ക് വേറെ പേരുകൾ നൽകി. മനാസയുടെ മകനായ മാഖീറിന്റെ പുത്രന്മാർ ഗിലെയാദ് കീഴടക്കി. അവിടെയുണ്ടായിരുന്ന അമോര്യരെ ഓടിച്ചു കളഞ്ഞു. മനാസയുടെ മകനായ മാഖീറിന് മോശ ഗിലെയാദ് കൊടുത്തു. അവൻ അവിടെ താമസിച്ചു. മനാസയുടെ പുത്രൻ യായീർ പിടിച്ചടക്കിയ ഗിലെയാദ് ഗ്രാമങ്ങൾക്ക് ഹവ്വോത്ത് യായീർ എന്ന് അവൻ പേരിട്ടു. കെനാത്തും അതിന്റെ ഗ്രാമങ്ങളും നോബഹ് പിടിച്ചടക്കി. അവൻ തന്റെ പേരനുസരിച്ച് അതിനെ നോബഹ് എന്ന് വിളിച്ചു. കർത്താവിന്റെ വചനം.